ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ KSEB സബ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാം ഡേറ്റ് നമുക്ക് ഉടനെ തന്നെ 5 മാസം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ടപ്പായി കാണുമെന്ന് കരുതുന്നു. സോ നമ്മുടെ സബ് എഞ്ചിനീയറിൻ്റെ ബേസ്ഡ് ന്യൂ പാറ്റേണിലുള്ള ക്വസ്റ്റൻ സീരീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 13 12 വരെ കാണാത്തവരൊപ്പം തന്നെ ഡെയിലി നമ്മൾ അക്കാഡമിയിലും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതുപോലെ ടോപ്പിക് വൈസ് MCQൻ്റെ ഡിസ്കഷനാണ്. ഇപ്പോൾ പവർ സിസ്റ്റത്തിൻ്റെ ടോപ്പിക് വൈസ് MCQ ഡിസ്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ JEയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലൈവിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ആവാം. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പിലാണ് നമ്മുടെ അക്കാഡമിയുടെ ക്ലാസ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇടുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്. അതുപോലെ ഉച്ചയ്ക്ക് 3 മണിക്കും രാത്രി 8 മണിക്ക് നമ്മുടെ ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ്സും ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും തന്നെ ലൈവ് ക്ലാസ്സിൽ വരിക. അതോടൊപ്പം തന്നെ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സ് 90 ഡേയുടെ കംപ്ലീറ്റ് ബാച്ച് ഫോർ 10th ലെവൽ പ്രിലിംസ് എക്സാം February 19, 2020 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 150 ഡേയുടെ കോഴ്സ് ഫോർ ഡിഗ്രി ലെവൽ February 24 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ബാച്ചാണ് ദൗത്യം. ഇപ്പോൾ ന്യൂ ബാച്ചിലോട്ട് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ റെഫറൽ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അതുപോലെ തന്നെ 180 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ KS 10th February സ്റ്റാർട്ട് ചെയ്ത ബാച്ച്. 120 ഡേയുടെ കംപ്ലീറ്റ് ബാച്ച് ഓൺ SCRT ഫോർ ഓൾ കേരള PSC എക്സാം 19th January സ്റ്റാർട്ട് ചെയ്ത ബാച്ച്. വിവിക്കോ LDയുടെ ബാച്ചസും CPO COയുടെ എക്സാം അതുപോലെ തന്നെ HSയുടെ ബാച്ചസ് ഒക്കെ റണ്ണിങ് ആണ്. 12th ലെവലിൻ്റെ പ്ലസിൻ്റെ ടെസ്റ്റ് ഉണ്ട്. ഇനി February 22 ആണ് CEയുടെ എക്സാമിൻ്റെ ടെസ്റ്റ്. 6 to 7:30 ആണ്. 100 ക്വസ്റ്റ്യൻസ് 90 minutes ആണ്. റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാസം ഇപ്പോൾ ഏത് മാസത്തെ അഡ്മിഷനാണോ നിങ്ങൾ എടുക്കുന്നത്, കോഴ്സാണ് എടുക്കുന്നത്, അപ്പോൾ ആ ഒരു മാസം റണ്ണിങ് ആയിട്ടുള്ള എല്ലാ കോഴ്സും തന്നെ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് നമ്മുടെ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യണമെങ്കിൽ ഓരോ മാസത്തെ ഫീസിൽ നിന്നും 10% ഓഫ് ഉണ്ട്. പ്ലസിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും. റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യണമെങ്കിൽ 10% ഓഫും ഉണ്ട്. സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഡിഗ്രി ലെവൽ എക്സാംസ് അതുപോലെ LDC അങ്ങനത്തെ എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാക്സിമം അവരോടൊക്കെ ഷെയർ ചെയ്യും. ഇതാണ് നമ്മുടെ അക്കാഡമിയിലെ ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ്. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The power transfer capability of a transmission line is the most affected by power transfer capability. പവർ ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ എന്താണ്? പവർ ട്രാൻസ്ഫർ ചെയ്യുക ലോങ് ട്രാൻസ്മിഷൻ ലൈനിൽ അല്ലേ. പക്ഷേ അതൊരു എന്താണ് അതിൻ്റെ ഒരു ഈസ് ലിമിറ്റഡ് ബൈ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് അറ്റ് ദ 2 ends. അതുപോലെ തന്നെ റിയാക്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ends, സൈൻ ആംഗിൾ ബിറ്റ്വീൻ ദ 2 വോൾട്ടേജസ്. അത് സ്റ്റഡി സ്റ്റേറ്റ് ലിമിറ്റ് കാണാനുള്ള ഫോമുല വളരെ ഇമ്പോർട്ടൻറ്റ് ഫോമുലാണ്. എപ്പോഴും ചോദിക്കാറുണ്ട് എക്സാമിന് ക്വസ്റ്റ്യൻസ്, ചിലപ്പോൾ ചെറിയ പ്രോബ്ലംസ് ആയിട്ടും ചോദിക്കാറുണ്ട്. പവർ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ് ഈസ് ഗിവൺ ബൈ പവർ ഈക്വൽ ടു EV/X into sin delta. പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ ഈസ് മോസ്റ്റ് അഫക്റ്റഡ് ബൈ ഇൻഡക്റ്റൻസ് ആണ്. ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ D, ഇൻഡക്റ്റൻസ് ആണ്. ഓക്കെ, ഈ ഒരു ഫോമുല ഓർക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സ്റ്റെബിലിറ്റി ഓഫ് എ സിസ്റ്റം ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ, സ്റ്റെബിലിറ്റി ഓഫ് എ സിസ്റ്റം ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ ലോസസ് ആണ്. ലോസസ് ഓക്കെ, നോട്ട് അഫക്റ്റഡ് ബൈ ദ ലോസസ്. മൂന്നാമത്തെ ഒരു പ്രോബ്ലം ആണ്. ദ പീക്ക് ലോഡ് ഓൺ എ 50 MW പവർ സ്റ്റേഷൻ ഈസ് 39 MW. പീക്ക് ലോഡ് ഓൺ 50 MW പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് 39 MW ആണ്. ഇറ്റ് സപ്ലൈസ് പവർ ത്രൂ 4 ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഹാവിംഗ് മാക്സിമം ഡിമാൻഡ് 15, 10, 8, 9 MW റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദ ഡൈവേഴ്സിറ്റി ഫാക്ടർ കണ്ടുപിടിക്കണം. ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്സിൻ്റെ റേഷ്യോ, ദ റേഷ്യോ ഓഫ് ദി സം ഓഫ് ദി ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ടു ദ മാക്സിമം ഡിമാൻഡ് ഓൺ ദി പവർ സ്റ്റേഷൻ. നമ്മൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുമ്പോൾ ഓൾറെഡി തിയറിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓൺ പവർ സ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? അപ്പോൾ മാക്സിമം ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഏതൊക്കെയാണ്? 15, 10, 8, 9. അപ്പോൾ ഇതെല്ലാം പ്ലസ് ചെയ്യുക. 42 MW കിട്ടി. മാക്സിമം ഡിമാൻഡ് ആ സ്റ്റേഷനിൽ മാക്സിമം ഡിമാൻഡ് എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? അതിൽ 39 MW. അപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? 42 MW ഡിവൈഡ് ബൈ 39, ദാറ്റ് ഈസ് 1.0769. ഓക്കെ, 1.077. അപ്രോക്സിമേറ്റ്ലി 4 ആയിരിക്കാം ആൻസർ. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ റിസർവ് കപ്പാസിറ്റി? ദ മാക്സിമം ഡിമാൻഡ് ഓഫ് ജനറേഷൻ ഓഫ് പവർ ഈസ് 50 MW. ലോഡ് ഫാക്ടർ ഓഫ് ദി പ്ലാന്റ് 60%. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ 50%. ലോഡ് ഫാക്ടർ കാണേണ്ട ഫോമുല അത് അറിഞ്ഞിരിക്കുക. ഇതൊക്കെ ഫോമുലാസ് ഒക്കെ പഠിക്കുക. ലോഡ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ആവറേജ് ഡിമാൻഡ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ഓക്കെ, ആവറേജ് ഡിമാൻഡ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ഇപ്പോൾ ആവറേജ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 MW. മാക്സിമം ഡിമാൻഡ് എത്രയാണ്? 60% ആണ്. ദാറ്റ് ഈസ് ആവറേജ് ഡിമാൻഡ് എന്ന് പറയുന്നത് ആദ്യം ആവറേജ് ഡിമാൻഡ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത് മാക്സിമം ഡിമാൻഡ് അതും കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് മാക്സിമം ഡിമാൻഡ്. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുമ്പോൾ ആവറേജ് ഡിമാൻഡ് ഡിവൈഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റിയാണ്. പ്ലാന്റ് കപ്പാസിറ്റി ഈക്വൽ ടു ആവറേജ് ഡിമാൻഡ് എത്രയാണ്? ഇറ്റ് ഇസ് 30 MW. 30 ഡിവൈഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 50%, ഇറ്റ് ഇസ് 0.5. റിസർവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് പ്ലാന്റ് കപ്പാസിറ്റിയിൽ നിന്ന് മാക്സിമം ഡിമാൻഡ് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? റിസർവ് കപ്പാസിറ്റി കിട്ടും. ദാറ്റ് ഇസ് 10 MW.
അഞ്ചാമത്തെ ക്വസ്റ്റ് നോക്കൂ. ഇൻ ഓർഡർ ടു ഹാവ് ലോവർ കോസ്റ്റ് ഓഫ് പവർ ജനറേഷൻ, എന്തായിരിക്കും? ലോഡ് ഫാക്ടറും ഡൈവേഴ്സിറ്റി ഫാക്ടറും ലോ ആണോ ഹൈ ആണോ? എന്താണ്? ലോഡ് ഫാക്ടറും ഡൈവേഴ്സിറ്റി ഫാക്ടറും ഹൈ ആയിരിക്കണം. എന്താണ് ലോഡ് ഫാക്ടറും ഡൈവേഴ്സിറ്റി ഫാക്ടറും ഒക്കെ? ലോഡ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ആവറേജ് ലോഡ്, റേഷ്യോ ഓഫ് ദി ആവറേജ് ലോഡ് പവർ ടു മാക്സിമം ഡിമാൻഡാണ് ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ. എപ്പോഴും ഓർക്കുക, ലോഡ് ഫാക്ടറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 0 to 1 ആയിരിക്കും. ഹയർ ലോഡ് ഫാക്ടർ ആണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി സേവ് ചെയ്യുന്ന കൂടുതലായിരിക്കും, വിച്ച് മീൻസ് കോസ്റ്റ് ഓഫ് പവർ ജനറേഷൻ എന്നത് കുറവായിരിക്കും. അതാണ് ലോഡ് ഫാക്ടർ. ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുമ്പോൾ സം ഓഫ് ദി മാക്സിമം ഡിമാൻഡ് ഓഫ് ഇൻഡിവിജ്വൽ ലോഡ്സിൻ്റെ റേഷ്യോ ടു ദ മാക്സിമം ഡിമാൻഡ്, അതിനെ നമ്മൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. വാല്യൂ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ലോഡ് ഫാക്ടറും ഡൈവേഴ്സിറ്റി ഫാക്ടറും എപ്പോഴും ഹൈ ആയിരിക്കും. എന്താണ്? കോസ്റ്റ് ഓഫ് പവർ ജനറേഷൻ ലോവർ ആക്കാൻ വേണ്ടി. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഡൈവേഴ്സിറ്റി ഫാക്ടർ ബിറ്റ്വീൻ ട്രാൻസ്ഫോമേഴ്സ് ഫോർ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലാണെങ്കിൽ എത്രയാണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ? ഇറ്റ് ഇസ് 1.3 ആണ്. കണ്ടോ, 1.2 to 1.3 റെസിഡൻഷ്യൽ കൺസ്യൂമർ. കൊമേഴ്ഷ്യൽ ലോഡാണെങ്കിൽ 1.1 to 2, 1.2. പവർ ആൻഡ് ലൈറ്റിംഗ് ലോഡ്സ് 1.5 to 2. അടുത്ത നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ദ ബസ് ബാർ ഈസ് റേറ്റഡ്. ബസ് ബാർ എങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നത്? ബൈ എന്താണ്? കറണ്ട്, വോൾട്ടേജ്, ഫ്രീക്വൻസി ആൻഡ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ എ കറണ്ട് അപ് ടു 10 ആംബിയറിൽ വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ് ആസ് എ ഫ്യൂസിങ് എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏത് മെറ്റീരിയൽ ആയിരിക്കും? 10 മില്ലി ആംബിയർ യൂസ് ചെയ്യുന്നത് എന്താണ്? അലോയ് ഓഫ് ലെഡ് ആൻഡ് ടിൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് അമംഗ് ദി ഫോളോയിങ്, ഒമ്പതാമത്തെ, വിച്ച് അമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ റിലേറ്റഡ് ടു ഫ്യൂസ്. ഫ്യൂസിൻ്റെ കേസിൽ ഏതാണ് ട്രൂ ആയിട്ട് വരുന്നതെന്ന്? ഏതാണ്? ഗ്രേറ്റർ ദി കറണ്ട് സ്മോളർ ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ ഫ്യൂസ് ടു ബ്ലോൺ ഔട്ട്. അതാണ് ശരിയായിട്ടുള്ളത്. ഗ്രേറ്റർ ദി കറണ്ട് ആണെങ്കിൽ സ്മോളർ ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ ഫ്യൂസ് ടു ബ്ലോൺ ഔട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് എ ഫ്യൂസിങ് ഫാക്ടർ? ഫ്യൂസിങ് ഫാക്ടർ എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് എ ഫ്യൂസിങ് ഫാക്ടർ? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് മിനിമം ഫ്യൂസിങ് കറണ്ട് ടു ദ കറണ്ട് റേറ്റിംഗ് ഓഫ് ഫ്യൂസ് ആണ്, അല്ലേ? റേഷ്യോ ഓഫ് ദി മിനിമം ഫ്യൂസിങ് കറണ്ട് ടു ദ കറണ്ട് റേറ്റിംഗ് ഓഫ് ദി ഫ്യൂസ്. വാട്ട് ഷുഡ് ദ വാല്യൂ ഓഫ് ഫ്യൂസിങ് ഫാക്ടറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? വാല്യൂ ഓഫ് ഫ്യൂസിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് മോർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ പഠിക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പഠിക്കുക. എല്ലാ എക്സാംസ്, സബ് എഞ്ചിനീയർ, AE, അതുപോലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.